നാരായണ നാരായണ. ശ്രീമന്നാരായണീയം. ദശകം 23. ദക്ഷചരിതം ചിത്രകേതു ഉപാഖ്യാനം പറയുന്നു. ഷഷ്ഠസ്കന്ധമാണ്. ഷഷ്ഠസ്കന്ധം എന്നുള്ളത് കർമ്മം, അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയണത്. പോഷണം എന്നതാണ് ലക്ഷണം. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തര യേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. അപ്പം അതിൽ സർഗം എന്നുള്ളത് സൃഷ്ടിപ്രകരണം, അത് 3-ാമത്തെ സ്കന്ധമായിട്ട് പറയും. സർഗം പ്രതിസർഗം അല്ലെങ്കിൽ വിസർഗം, അത് 4-ാമത്തെ സ്കന്ധമായിട്ട് പറയും. സ്ഥാനം എന്നുള്ളത് 5-ാമത്തെ സ്കന്ധമായിട്ട് പറയും. പോഷണം എന്നുള്ളത് 6-ാമത്തെ സ്കന്ധം. 6ഉം 7ഉം സ്കന്ധം ഒരു കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ളൊരു ലക്ഷണമാണ്. കഥാഖ്യാനങ്ങൾ വളരെ വ്യത്യാസവും. പോഷണവും ഊതിയും കർമ്മവും കർമ്മവാസനയും ആണ്. സർഗം പ്രതിസർഗം അല്ലെങ്കിൽ സർഗം വിസർഗം പോലെ അതിനുശേഷം വരുന്നതായിട്ടുള്ള സ്ഥാനം, എവിടെയാണ് നമ്മൾ വസിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ, നാം ഭഗവാനിൽ. ഈ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിൽ, സ്വർഗത്തിലാവാം, നരകത്തിലാവാം, അധോലോകങ്ങളിലാവാം, ഭൂമിയിലാവാം, സത്യലോകത്തിലും ആവാം. ശരീരം സ്വീകരിച്ചാൽ എവിടെ താമസിക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ മനസ്സിൽ നമ്മളുണ്ടാവുകയാണ് വേണ്ടത്. അംബരീഷനെ രക്ഷിച്ച പോലെ, ധ്രുവനെ രക്ഷിച്ച പോലെ, ഭക്തന്മാരെ അനുഗ്രഹിച്ച പോലെ, ഏതാപത്തുണ്ടെങ്കിലും അവിടെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അത് കർമ്മം കൊണ്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ കർമ്മം ആണ് പോഷണം ചെയ്യാനുള്ളത്. അജാമിളൻ്റെ കഥ പറയുന്നത് അതാണ്. പൂർവജന്മ കർമ്മം, അതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ വേണ്ടി വന്നു. ചിത്രകേതുവിന് ഇതേ ജന്മത്തിൽ തന്നെ ഉണ്ടായ ചില കുഴപ്പങ്ങൾ, അത് പക്ഷേ പിന്നീടുള്ള ജന്മത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ചിത്രകേതുവും വൃത്രനും അതേപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ളത് ആ മാറ്റങ്ങളാണ് മരുതുൽപ്പത്തിയിൽ കാണിക്കുന്നത്. പൂർവജന്മം, ഈ ജന്മം, ഗർഭത്തിലുള്ള ജന്മം, 3 കാര്യങ്ങളെ ഈ ഷഷ്ഠസ്കന്ധത്തിൽ സൂചിപ്പിക്കണം. ഇപ്പോൾ 2-ാമത്തെ ചിത്രകേതു ദക്ഷചരിതത്തിൽ ഈ ജന്മത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങൾ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം. നമ്മളൊക്കെ പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. ജാതകവിധിക്കനുസരിച്ച് തന്ന സാധനത്തിനെ സ്വീകരിക്കാതിരിക്കുക, നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കാതെ കണ്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക, ദാനം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാതെ കണ്ട് കയ്യിൽ വെച്ചിരിക്കുക, അത് വലിയ ദോഷമാണ്. അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുക. ഇപ്പം അതിലൊരു അർഹതയുണ്ട്, അത് കിട്ടുന്നില്ല, അപ്പോൾ ഒരു മോഹം ഉണ്ടാവും അതിൽ. അതിനെ വൈരാഗ്യത്തോട് കൂടിയിട്ട് ഈ ജന്മത്തിൽ അത് കിട്ടാൻ അർഹതയില്ല എന്നുള്ളത് ഉറപ്പിക്കുക. ഇവിടെ ചിത്രകേതുവിന് സന്താന ഭാഗ്യമില്ല. സന്താനം വേണം, അത് തരാനുള്ള ആളെ കാണുകയും ചെയ്തു. അതാണ് അങ്കിരസ്. കൊടുക്കുമ്പോൾ പറഞ്ഞു സുഖവും ദുഃഖവും ഉണ്ടാവുമെന്ന്. സാരമില്ല എന്ന് പറഞ്ഞു, പക്ഷെ സാരമുണ്ടായി. പുത്രനുണ്ടായി, മരിച്ചു. എങ്ങനെ മരിച്ചു എന്നുള്ളത് വേറെ വിഷയമാണ്. അത് സപത്നി മത്സരം കൊണ്ടുണ്ടായ, അസൂയ കൊണ്ടുണ്ടായ ഒരു അബദ്ധം. ഭർത്താവിൻ്റെ തുല്യതാ മനോഭാവം എല്ലാ ഭാര്യമാരിലും വേണ്ട രീതിയിൽ ലഭിച്ചില്ല എന്നതിൻ്റെ ദോഷഫലം, പരിണതഫലം. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ അർഹതയില്ലാത്തത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നതാണ്. ഇതൊരു വലിയ പാഠമാണ്. അപ്പം അങ്ങനെയുള്ള പാഠങ്ങളെയാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടണം. നമുക്കത് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാനേ പറ്റുള്ളൂ.
എപ്പോഴാണോ ഈ താതാത്മ്യം വരുന്നത് അപ്പോൾ ഈ ബോധം വരികയും ചെയ്യും. അപ്പോൾ അത് കുഴപ്പമില്ല എന്നാവുകയും ചെയ്യും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഉരുളി കട്ട ഒരു കഥ. ആകായില്ലാത്ത സമ്പാദ്യമായിട്ടുള്ളത് ഉരുളിയാണ്. ആ ഉരുളി കട്ടപ്പോൾ അത് പോയില്ലോ, സമാധാനമായില്ലേ എന്നാ ചോദിച്ചത്. സമാധാനിച്ചോളൂ, ഇനിയൊന്നും പോവാനില്ലല്ലോ. ആകള്ളം മുതൽ പോയപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു വൈരാഗി ഉപദേശിക്കേണ്ടത്. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ പറഞ്ഞ ആളോട് ദേഷ്യം തോന്നും. ആകള്ള സമ്പാദ്യമാണ്. മറ്റൊക്കെ മൺപാത്രമോ അല്ലെങ്കിൽ അലുമിനിയം പാത്രമാണ്. വിറ്റാ വില കിട്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വില പിടിച്ച മുതൽ ആകെയുള്ള സ്വർണം കൂടിയില്ല. അപ്പം അങ്ങനൊരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് എത്തിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ആചാര്യന്മാർ, ഗുരുക്കന്മാർ. ഭഗവാന്റെ ധർമ്മം, ഭാഗവത ധർമ്മം, വേദധർമ്മം, ഇങ്ങനെ 3 എണ്ണമുണ്ട്. ആ 3 നമ്മൾ പാലിക്കുക തന്നെ വേണം. വേദധർമ്മം നിയമമാണ്. ഭാഗവത ധർമ്മം എന്നുള്ളത് വേദത്തിൽ നിന്നും എടുത്ത, ഭക്തന്മാരാൽ ചെയ്തു വന്നത്, ഭഗവാന് ഇഷ്ടമായത്, അതാണ് ഭാഗവത ധർമ്മം. ഭഗവാന്റെ ധർമ്മം എന്നുള്ളത് അത് വേറെ, അതിലൊന്നും പെട്ടതല്ല. അതിൽ നിയമവും ഇല്ല. കാലദേശ അവധിർ നിർമുക്തമാണ്. ഗോപികൾ എന്ത് ചെയ്താലും ഭഗവാന് സമ്മത. മഹാബ്രാഹ്മണരായിട്ടുള്ള ഋഷിമാർ യാഗം ചെയ്യുമ്പോൾ ഇച്ചിലും വറ്റും ശുദ്ധവും അയിത്തവും ദേശവും കാലവും ഒക്കെ നല്ലോണം നോക്കും. ഭാവം അടക്കം നോക്കും. അപ്പോൾ എന്തോ ഒരു ശുദ്ധവും അതൊന്നും പറയണ്ട ആവോ. ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് വന്നിട്ട് കുട്ടിക്കളി പലതും ചെയ്യുമ്പോൾ വനഭോജനത്തിൽ പറയുന്നുണ്ട് എച്ചിലും വറ്റുമൊക്കെ തിന്നുമെന്ന്. ഇത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ശ്രീരാമൻ ശബരി കടിച്ചതാ, രാക്ഷസി കടിച്ചതാ തിന്നത്. അപ്പോൾ ഭഗവാന്റെ ധർമ്മം എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതിനെ വിശകലനം ചെയ്യാൻ പാടില്ല. ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഇതിങ്ങനെയാണ്. ലക്ഷ്മണന് സമ്മതാവാനല്ല, നമുക്ക് സമ്മതാവാനാണ്. അതാണ് കർമ്മം. അപ്പോൾ കർമ്മം എന്നുള്ളത് അതിൻ്റെ ഒരു വളരെ ബാഹുല്യമാണ്. കർമ്മത്തിൻ്റെ വിശകലനം. അത് വിശകലനം ചെയ്യാത്തത് കൊണ്ടാണ് അവനവനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അന്യനെ കുറ്റപ്പെടുത്തുന്നത്, 2 പേരുടെ കർമ്മങ്ങൾ ഒരേപോലെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതല്ല വെച്ചാൽ ശൂദ്രന് ബ്രാഹ്മണനാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ബ്രാഹ്മണന് ശൂദ്ര സേവ ചെയ്യേണ്ടി വരില്ല. ഇത് രണ്ടും ഇന്ന് കലികാലത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കണം. അമ്പലത്തിലെ പൂജാരി ഇന്ന് ഭരണ സംവിധാനം പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി. പണ്ടങ്ങനെയല്ല. പൂജാരി എന്താ നിശ്ചയിക്കുന്നത് അതാണ് ദേവനിഷ്ടം, ദേവൻ്റെ ഹിതം അതാണ്. അപ്പോൾ അവിടെ ആ ഒരു ബ്രാഹ്മണ്യം വേണ്ട രീതിയിൽ കാത്തു സൂക്ഷിച്ചാൽ, നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് അറിയാം. നമ്മൾ പറഞ്ഞതേ നമുക്കൊന്നും അറിയില്ല, എന്നാലും ശരി. പക്ഷെ അതിൽ സാത്വിക ഭാവം ഉണ്ടായതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ വേണം. ഇവിടെ വളരെ വിശദമായിട്ടാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. ഇവിടെ കഥാരുചി മാത്രമേ പറയണുള്ളൂ. നമുക്ക് കേൾക്കാം. ഓം ദശകം 23 1-ാം ശ്ലോകം. പ്രാചേതസസ്തു ഭഗവൻ അപരോഹിതക്ഷസ്ത്വൽ സേവനം വ്യഥിത സർഗവിവൃദ്ധികാമ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹു തസ്മൈ വരം വിദദിധ താം ച വധൂം അസിക്നീം. ഹേ ഭഗവൻ, പ്രാചേതസഃ ഹി അപരഃ ദക്ഷഃ സർഗവിവൃദ്ധികാമഃ ത്വൽ സേവനം വ്യഥിത തദാ ത്വം ലസദഷ്ടബാഹു ആവിർബഭൂവിധ തസ്മൈ വരം വധൂം താം അസിക്നീം ച ദദീഥ. അന്നയോ. ഹേ ഭഗവൻ, അല്ലയോ ഗുരുവായൂരപ്പ. മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പറയണു. പ്രാചേതസഃ ഹി, ഈ പ്രചേതസ്സുകളുടെ പുത്രനായിട്ട്
വന്ന പ്രസിദ്ധരായിട്ടുള്ള അദ്ദേഹമാകട്ടെ, ദക്ഷനാകട്ടെ, ദക്ഷ അപരഹ ദക്ഷ, ആദ്യത്തെ ദക്ഷൻ്റെ പുനർജന്മമാണ് ഈ ദക്ഷൻ. സർഗവിവൃദ്ധികാമഹ, സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, ആഗ്രഹം മറ്റുള്ളവരാൽ പറയപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ത്വൽസേവനം വ്യഥിത, ഭഗവാനെ നന്നായിട്ട് തപസ് ചെയ്തു, സേവനം ചെയ്തു. ഈ സേവനം ചെയ്യലൊരു തപസ്സാണ്. അന്യോപകാരാർത്ഥം ആണ് എല്ലാ പ്രവർത്തനം വെച്ചാൽ അതൊരു തപസ്സാണ്. തഥാ ത്വം ലസത് അഷ്ടബാഹു ആവിർബഭൂവിധ. അപ്പോൾ തപസ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 8 കൈകളെ കൊണ്ട് പൂർണ്ണനായിക്കൊണ്ട്, 8 കൈകളും കാട്ടിയിട്ട് പൂർണ്ണനായിക്കൊണ്ട് അവിടെ ദക്ഷൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തസ്മൈ വരം, അദ്ദേഹത്തിന് വരം കൊടുത്തു. ഒപ്പം വധൂം താം അസിക്നിയും ച ദദീഥ, ഭാര്യയായിട്ട് അസിക്നിയെയും നൽകി. ഇത് വാച്യാർത്ഥം. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ ത്വൽസേവനം വ്യഥിത സർഗവിവൃദ്ധികാമ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹു തസ്മൈ വരം ദദിഥ താഞ്ച വധൂം അസിക്നിം. നമ്മൾ ഇവിടെ ഇപ്പോൾ ഭഗവാൻ 8 കൈകളോട് കൂടിയിട്ട് പൂർണ്ണനായിക്കൊണ്ട് ദർശനം കൊടുത്തു എന്നതാണ്. ഈ 8 കൈകൾ എന്നുള്ളത് ശംഖചക്ര ഗദാ പത്മം സാധാരണ ചതുർബാഹുവായിട്ടും, പിന്നെ അഭയവരദവും വാളും പരിചയം അമ്പും വില്ലും, അല്ലെങ്കിൽ പാശം തോട്ടി, അങ്കുശപാശം, ഇങ്ങനെയൊക്കെ ഇരട്ടകളായിട്ടാണ് സാധാരണ പറയാറ്. അപ്പോൾ ഇതിൽ ഇവിടെ 8 കൈകളായിട്ട് ഇവിടെ ദർശനം കൊടുത്തത് ശംഖചക്രം, അതേപോലെ വാള് പരിച, പിന്നെ വില്ല് അമ്പ്, പാശം ഗദ ആണ്. അപ്പോൾ ഭഗവാന്റെ ആയുധങ്ങൾ ആയിരക്കണക്കിനാണ്. നമുക്ക് അറിയാവുന്നത് കുറച്ച്, ഒരു 10-20 എണ്ണമൊക്കെ പറയാൻ പറ്റുമായിരിക്കും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു 10-40 പറയാൻ പറ്റുമായിരിക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല ഭഗവാൻ ഈ അഷ്ടബാഹുവായിട്ട് വരിക. എങ്കിലും 8 കൈകളെ കൊണ്ട് 8 കൈകളോട് കൂടിയിട്ട് ദർശനം കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് പൂർണ്ണൻ എന്ന നിലയ്ക്കാണ്. പക്ഷേ ഭഗവാന്റെ പല പ്രത്യേക അവതാരങ്ങളിലും ഭഗവാൻ ചതുർബാഹു വിഷ്ണുസ്വരൂപനായിട്ടാണ് കാണിക്കുന്നതും. സാമാന്യേനൊക്കെ ശംഖചക്ര ഗദാപത്മധാരിയായിട്ടാണ് വരിക. ഇപ്പോൾ ചില പ്രത്യേക ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവാം, അത്രയേ ഉള്ളൂ. ഇവിടെ വന്നത് ഇങ്ങനെയാണ്. പ്രജേതസ്സുകളുടെ പുത്രനായിട്ട്, പ്രജേതസ്സുകൾ 10,000 വർഷം മഹാദേവൻ്റെ ഉപദേശത്തിനെ അനുസരിച്ച് വെള്ളത്തിൻ്റെ ഉള്ളിൽ രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ പ്രത്യക്ഷനായി കണ്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ പ്രജേതസ്സുകൾക്ക് ഭഗവാൻ കൊടുത്തത് മാരിഷ എന്ന പത്നിയാണ്. ചന്ദ്രനാൽ വളർത്തപ്പെട്ട, ചന്ദ്രൻ്റെ പുത്രിയാണ്, വൃക്ഷങ്ങളാൽ വളർത്തപ്പെട്ടതായിട്ടുള്ള വാർക്ഷി. അതിലാണ് ദക്ഷൻ ഉണ്ടായത്. ആ ദക്ഷൻ ഇതേപോലെ രാജ്യം ഭരിക്കണം, വിവാഹം കഴിക്കണം, സന്തതി വർദ്ധിപ്പിക്കണം. ഇതൊക്കെ അച്ഛനമ്മമാരുടെ അതേപോലെ ഭഗവാന്റെ ആജ്ഞയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യണത്. അപ്പം അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിന് ഭഗവാനെ സേവിച്ചു. അത് ആദ്യത്തെ ദക്ഷൻ ആടിൻ്റെ തലയായിട്ട് 1,00,000 വർഷം തപസ് ചെയ്ത് മനസ്സ് ശുദ്ധമായിട്ടാണ് പ്രാചേതസൻ ദക്ഷനായിട്ട് വന്നത്, പ്രജേതസ്സുകൾക്ക് പുത്രനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു തപസ് കൂടി ചെയ്തു. ആ തപസ്സിന് ശേഷമാണ് ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അഹമേവാസമേവാഗ്രേ നാണ്യദ്യൽ സരസൽപരം പശ്ചാത്തഹം യഥേതച്ച യോഗശിഷ്യത സോസ്മ്യഹം എന്നുള്ള ബ്രഹ്മാവിന് കൊടുത്ത ആ ഉപദേശം, അത് ചതുശ്ലോകിയായിട്ട് ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാന സമന്വിതം എന്ന് തുടങ്ങി 7 ശ്ലോകങ്ങളെ കൊണ്ട് കൊടുത്ത ആ അർത്ഥം വരുന്നതായിട്ടൊരു 4 ശ്ലോകങ്ങളെ, 5-6 ശ്ലോകങ്ങളുണ്ട്, അതാണ് കൊടുത്തത്. അപ്പോൾ ബ്രഹ്മാവിന് തുല്യനായിട്ട് ദക്ഷനെ കണ്ടു. ബ്രഹ്മാവ് തന്നെ ആദ്യത്തെ ദക്ഷനെ, തൻ്റെ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷന് ബ്രഹ്മതുല്യ പദവി കൊടുത്തു. അതാണ് പ്രജാപതിമാരുടെ അധ്യക്ഷനാക്കിയിട്ട് മാറ്റിയത്. അവിടെയാണ് അഹങ്കാരം വന്നത്.
ഇവിടെ മനസ്സ് ശുദ്ധമായിട്ട് വന്ന ഈ ദക്ഷന് ഭഗവാൻ നേരിട്ട് ദർശനം കൊടുത്തു. ഇനി ഒരു അഹം വരാത്ത രീതിയിൽ രക്ഷിച്ചോളാം എന്ന നിലയ്ക്ക്. അപ്പോൾ രണ്ടാമത്തെ ദക്ഷനാണ്. ആ ദക്ഷൻ്റെ പുത്രിമാരിലൂടെ ഉണ്ടായിട്ടുള്ള പരമ്പരയിലാണ് അപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. ആ ദക്ഷന് കല്യാണം കഴിക്കാനായിട്ട് അസിക്നി എന്ന പേരായിട്ടുള്ളൊരു കന്യകയാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. ആ കന്യകയിലൂടെയാണ് പിന്നീട് വളരുന്നത്. പ്രാചേതസഃ തു ഭഗവൻ അപരഃ ഹി ദക്ഷഃ ത്വത് സേവനം വ്യഥിത സർഗ വിവൃദ്ധി കാമ ആവിർബഭൂവിധ തദാ ലസത് അഷ്ടബാഹുഃ തസ്മൈ വരം ദദിഥ താം ച വധൂം അസിക്നീം എന്ന് പദച്ഛേദം. പഞ്ചജനൻ എന്ന പേരായിട്ടുള്ള ഒരു പ്രജാപതി, ആ പഞ്ചജനൻ്റെ പുത്രിയായിട്ടുള്ള അസിക്നിയെയാണ് ഈ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദക്ഷന് ഭഗവാൻ തന്നെ വധുവായിട്ട് കൊടുത്തത്. കന്യകയായിട്ട് കന്യകാദാനം. ഇത് ദാനം ആരെ ചെയ്തതെന്നുള്ള വിഷയമില്ല, അത് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ഇത് തന്നെ വേണം എന്ന നിലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ ത്വൽ സേവനം വ്യഥിത സർഗ വിവൃദ്ധി കാമ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹു തസ്മൈ വരം ദദിഥ താം ച വധൂമസിക്നിം. ഈ രണ്ടാമത്തെ ശ്ലോകം. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാഭു നൈകത്ര വാസം ഋഷയേ സ മുമോച ശാപം ഭക്തോത്തമസ്തു ഋഷി അനുഗ്രഹമേവ മേനേ. രണ്ടാമത്തെ ശ്ലോകത്തിൽ അന്വയം. ഹേ ഈശ തസ്യ ആയുധം പുനഃ സഹസ്രം ആത്മജാഹ തു ശ്രീനാരദസ്യ വചസ തവ മാർഗം ആഹു സഹ ഋഷയേ ന ഏകത്ര വാസം ശാപം മുമോച ഭക്തോത്തമഃ തു അനുഗ്രഹം ഏവ മേനേ. ഹേ ഈശ, അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, തസ്യ അദ്ദേഹത്തിന്, ഈ ദക്ഷന് പഞ്ചജനപുത്രിയിൽ അസിക്നിയിൽ മാനസപുത്രന്മാരായിട്ട്, തസ്യ ആയുധം പുനഃ സഹസ്രം, ആദ്യം 10,000 ഹര്യശ്വന്മാർ എന്നാണ് അവരുടെ പേര്. മാനസപുത്രന്മാരായിട്ട് ഈ ദക്ഷിണ അസിക്നിയിൽ 10,000 പുത്രന്മാർ ഒരുമിച്ചുണ്ടായി. അപ്പോൾ അവരോട് സൃഷ്ടി വർദ്ധിക്കാനും അതേപോലെ രാജ്യം ഭരിക്കാനും വേണ്ട ഭഗവത് അനുഗ്രഹത്തെ നേടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യൂ എന്ന് ദക്ഷൻ പറഞ്ഞു. അതിനനുസരിച്ച് പോവുകയാണ്. നാരായണ സരസ് എന്ന് പറഞ്ഞൊരു തീർത്ഥമുണ്ട്. രുദ്ര തീർത്ഥം പോലെ തന്നെ നാരായണ സരസ്സുണ്ട്. മാനസ സരസ് അവിടെ ലക്ഷ്മിയാണ്, കൈലാസത്തിൽ തന്നെയാണ് ഇനി. അപ്പം അങ്ങനെയുള്ള തീർത്ഥം ധാരാളമുണ്ട്. പത്മതീർത്ഥം, തിരുവനന്തപുരത്ത് പത്മതീർത്ഥം, അതേപോലെ തന്നെ അവിടെയുണ്ട് പാലാഴി തീർത്ഥത്തിൻ്റെ പത്മതീർത്ഥം, സുധാസിന്ധു മണിദ്വീപത്തിൽ, അങ്ങനെ ജലാശയ സംബന്ധമായിട്ട് കുറേയുണ്ട്. ഏതായാലും ഇവിടെ ഈ നാരായണ സരസിൻ്റെ അടുത്ത് പോയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10,000 ഹര്യശ്വന്മാരും പോണ വഴിക്ക് നാരദനെ കണ്ടു. അല്ലെങ്കിൽ നാരദൻ ആ സമയത്തേക്ക് അവിടേക്ക് വന്നു. അവിടെ നാരദൻ ഈ പ്രാചേതസ ദർശൻ്റെ കുട്ടികളായിട്ടുള്ള ഇവർക്ക് ജ്ഞാനം യഥാർത്ഥത്തിലുണ്ടോ അതോ വെറും കാമമോഹമാണോ ഉള്ളത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഹരീശ്വന്മാരും ശബളാശ്വന്മാരും 2 ഗ്രൂപ്പുകളാണ്, 10,000 1000 ആയിട്ട്. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് 10 ചോദ്യം ചോദിച്ചു എന്നാണ്. ആദ്യത്തെ, ഭൂമിയുടെ അറ്റം കാണണം അല്ലെങ്കിൽ ശരീരത്തെ അറിയണം എന്നുള്ള ആദ്യത്തെ ചോദ്യോത്തരം കൂടിയിട്ട് വായിക്കാത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഭൂമിയെ പറ്റി അറിയണം. ഭൂമിയിൽ പെട്ടതാണ് എന്ത്? നമ്മുടെ ശരീരം. 5 അതിലുണ്ട്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 വിഷയങ്ങളും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഭൂമി എന്നുള്ളത് ശരീരത്തെ ഉപയോഗിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ആ ശരീരം കിട്ടിയിട്ട് കാര്യമില്ല. അതാണ് ശരീരത്തെ അറിയോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ സംസാരബന്ധം വിടാൻ വേണ്ടിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ ചെയ്ത്
വൈരാഗ്യം വന്ന് മുക്തി നേടാനുള്ള ഉപയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണ് ശരീരം എന്നുള്ളത് അറിയണം. ഒരു പുരുഷനോട് കൂടിയിട്ടുള്ള രാജ്യമാണ് ഈ ബ്രഹ്മാണ്ടം. അവിടെ ഒരേ ഒരു ആണേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രകൃതിയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ സ്ത്രീകളാണ്. അതേപോലെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വരാൻ പറ്റാത്ത ഗുഹയാണ് മോക്ഷം. നമുക്ക് മുക്തിയാണ് വേണ്ടത്, അതാണ് ലക്ഷ്യം. ലക്ഷ്യം എന്ത് എന്നതാണ് ചോദ്യം. ചോദ്യം ചോദിച്ചത് വാച്യാർത്ഥം ചോദിക്കുമ്പോൾ ആകെ അപകടം. അകത്ത് പോയാൽ പുറത്തു വരാൻ പറ്റാത്ത ഗുഹ ഏതാണെന്നാ ചോദ്യം. ഇവിടെ മോക്ഷമാണ്, അത് ലക്ഷ്യമാണ്. അപ്പോൾ ഈ ലക്ഷ്യത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കി ഈ ഹരീശ്വന്മാർ. അതാണ്. പിന്നെ അനേകം രൂപം സ്വീകരിക്കുന്ന സ്ത്രീയാണ് ബുദ്ധി. പുരഞ്ജനോപാഖ്യാനത്തിലെ ബുദ്ധി പോലെ തന്നെ പത്നിയായിട്ട് വന്നു. ഇവിടെ ബുദ്ധി എന്നുള്ളത് വിശകലനം ചെയ്യാനുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുക. വിവേകം അതുകൊണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുദ്ധിയെ വരുതിക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ മനസ്സിനെ നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റില്ല. മനസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സാണ്. അതിനെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടില്ല വെച്ചാൽ അവിടെ കൃഷ്ണൻ എന്ന സാരഥി ഇല്ലെങ്കിൽ ഈ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഫലവത്താവില്ല, വെള്ളത്തിൽ വരച്ച വര പോലെയാവും. അപ്പോൾ നാലാമത്തെ ചോദ്യം അതാണ്. അനേകം രൂപം സ്വീകരിക്കുന്നതായിട്ടുള്ള സ്ത്രീ ആരാണ്? ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ബുദ്ധി എന്ത് ചെയ്യണം? മനോബുദ്ധി അഹങ്കാര ചിത്തത്തെ ഭഗവത് ഉന്മുഖമാക്കി തീർത്തല്ലാതെ കണ്ട് ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ വരുതിക്ക് വരുത്താൻ ഈ മനസ്സിനോ പോകുന്ന മനസ്സിനെ കൊണ്ടുവരുന്നതായിട്ടുള്ള പലതിനെയും ഈ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതിന് ഉള്ള തയ്യാറെടുപ്പ് മാനസികമായിട്ട് നാം ചെയ്യണം. അതാണ് അഞ്ചാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ, ചാരിത്രമില്ലാത്ത ഈ സ്ത്രീയുടെ ഭർത്താവിനെ അറിയോ എന്നുള്ളതാണ്. ഈ ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്നത് ജീവനാണ്. അപ്പോൾ ജീവനെ നല്ലോണം അറിയണം. ജീവനെ അറിഞ്ഞാലാണ് ജീവൻ്റെ പൂർവ്വജന്മകൃതം പലതുണ്ടേ, അതിനെ അറിഞ്ഞാലാണ് നമ്മുടെ ഈ വാസന, കർമ്മവാസന, കാമവാസന ഉണ്ട്, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ബുദ്ധി. അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബുദ്ധി നമ്മുടെ വൈദിക്കായി. മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോകില്ല. നമുക്ക് കടിഞ്ഞാനിടാൻ വേറൊന്നും വേണ്ട. അപ്പോൾ ചാരിത്രമില്ലാത്ത ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ജീവനെ നമുക്ക് അറിയണം. പിന്നെയോ, മേലോട്ടും താഴോട്ടും ഒഴുകുന്ന നദിയാണ് ജനന മരണങ്ങൾ. മുകളിലേക്ക് ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ മേലോട്ടും താഴോട്ടും ഒഴുകുന്ന നദിയാണ്. എന്നുവെച്ചാൽ നദിയുടെ പ്രത്യേകത എന്താ? കണ്ടിന്യൂസ് ആണത്. തുള്ളി 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 തുള്ളിയായിട്ട് പോകുന്ന ഈ വെള്ളത്തിനെ നമുക്ക് തുള്ളിയായിട്ട് കാണാൻ പോലും പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഒഴുക്കാണ്. ജീവൻ്റെ ഗതിയും അങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് അറിയുമോ? 25 ഘടങ്ങളുള്ള ഗ്രഹം ഏത് എന്നാണ്. ഈ മണ്ണ് ആകുന്ന, ഭൂമിയാകുന്ന ഈ ശരീരമാണ് 25 തത്വങ്ങളോട് കൂടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂത തത്വങ്ങളും അതിൻ്റെ തന്മാത്രകളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ട് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെ 4ആക്കിയിട്ട് ചേർത്തു. അതല്ലെങ്കിൽ പ്രകൃതി മഹത്ത് അഹം മനസ്സ്, അങ്ങനെയും 24 തത്വങ്ങളായിട്ട് പറയാറുണ്ട്. അത് കുറച്ചും കൂടി ഗഹനമായിട്ടുള്ളതാണ്. അത്രയുള്ളൂ. ഏതായാലും ശരീരം അതുപോലെ ജീവൻ അത് ചേർത്ത് കഴിഞ്ഞാൽ 25ാമത്തെ തത്വമായി. അപ്പോൾ അങ്ങനെ 25 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരത്തെ നല്ലോണം അറിയണം. 7ാമത്തെ ആണത്. പിന്നെ 8ാമത്തെ, വിചിത്ര കഥകളോട് കൂടിയ ഹംസത്തെ അറിയുമോ എന്നതാണ്. നമ്മുടെ ഒപ്പം, ഈ ജീവൻ്റെ ഒപ്പം സാക്ഷിയായിട്ട് ഭഗവാൻ നമ്മുടെ അന്തര്യാമിയായിട്ട് കൂടെയുണ്ട്. ആ ഭഗവാനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കാറുണ്ടോ? ഉപാസനാദികൾ ചെയ്യാറുണ്ടോ? ധ്യാനം ചെയ്യാറുണ്ടോ? ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് അത് ഭഗവാനിലേക്ക് നമുക്ക് എത്തണമെന്നുള്ള മോഹത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. പിന്നെ വജ്രം പോലെ മൂർച്ചയുള്ളതായിട്ടുള്ള, സ്വയം കറങ്ങുന്നതായിട്ടുള്ള ആ ചക്രത്തെ അറിയുമോ എന്നാണ്. കാലചക്രത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ കാലത്തെയും ദേശത്തെയും ശരീരത്തെയും ഈ വാസസ്ഥാനമായിട്ടുള്ള ഭൂമിയെയും ഈ ഭൂമിയുടെ അംശമായിട്ടുള്ള ഈ ശരീരത്തെയും ശാരീരികമായിട്ടുള്ള തത്വങ്ങളെയും
ആത്മതത്വങ്ങളെയും അറിയണം. ഇതൊന്നും അറിയാതെ കണ്ട് അച്ഛൻ്റെ ആജ്ഞ കേട്ടിട്ട് സൃഷ്ടി നടത്തരുത്. നാരദൻ ഉപദേശിക്കുകയാണ്. നാരദൻ ഭഗവത് ധർമ്മം, ഭാഗവതധർമ്മം, വേദധർമ്മം ചെയ്യുന്നയാളാ. എന്നിട്ടാ പറഞ്ഞത് എന്ത്? അച്ഛൻ പറഞ്ഞത് കേൾക്കരുത്. അപ്പം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, നാളെ ഗീതയിൽ ആരോ പറഞ്ഞു കേട്ടു, സ്ത്രീകളെ സ്വതന്ത്രം അല്ലാതെ കണ്ട്, ബഹുമാനിക്കാതെ കണ്ട് ഒക്കെ ഗീത ചിത്രീകരിച്ചിട്ടുണ്ട്. ഗീത എന്താണെന്നറിയാത്ത മഹാകേമൻ യശസ്സൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് പഠിക്കാത്തതുകൊണ്ട് അത്രയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ബാക്കിയുള്ളവരിൽ ആ ഗീതയെ ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നയാൾക്ക് ഇനി എത്ര ജന്മം വേണം മുക്തി നേടാന്നുള്ളത് അറിയില്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടെച്ചാൽ അതിൻ്റെ നേട്ടത്തിൻ്റെ എത്രയോ ഇരട്ടി കഷ്ടം ഇനി സഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നാരദൻ ഇവിടെ പറയാണ്, എന്ത്? അച്ഛൻ പറഞ്ഞ അങ്ങനെ കേൾക്കണ്ടെന്ന്. അച്ഛൻ പറഞ്ഞ അങ്ങനെ കേൾക്കരുത്. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെ അച്ഛൻ പറഞ്ഞത് മുഴുവൻ കേൾക്കണം. 16 വയസ്സ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പൂർത്തിയായി എന്നാണ് വെപ്പ്. അപ്പോൾ നമ്മൾ 16 വയസ്സെന്ന് കണക്കാക്കണ്ട. വിദ്യാഭ്യാസം പൂർത്തിയായാൽ പിന്നെ അച്ഛൻ പറഞ്ഞ് മുഴുവൻ കേൾക്കരുത്, വിശകലനം ചെയ്യണം എന്നതാണ്. ഇവിടെ അച്ഛൻ എന്ന് ഉദ്ദേശിച്ചത് വേദം ആണ്. വേദത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊക്കെ പഴയ്ക്കും. എങ്ങനെയാണ് പഴയ്ക്കുന്നത്? സ്വർഗം കിട്ടാനാണ്, സ്വർഗകാമോ യജേത, സ്വർഗം കിട്ടാനാണ് ഈ നാമജപം തൊട്ടുള്ള സകല കാര്യങ്ങളും എന്നാണ് പറയാറ്. നാമം ജപിക്കുന്നത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, സംഘദോഷം വരാതിരിക്കാനാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നാമം ജപിച്ചാലേ യഥാർത്ഥത്തിൽ നാമത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. നാമം ജപിച്ചാൽ ഇതല്ലാതെ കണ്ടും ഫലം കിട്ടും എന്നുള്ളത് നാമി അതിലുണ്ടാവണ്ട. അപ്പോൾ അതുകൊണ്ടാണ് കലികാലത്ത് നാമം ജപിക്കൂ സദാസമയവും എന്ന് പറയാനുള്ള കാരണം. ആ കഥയാണ് വിസ്തരിച്ച് അജാമിളോപാഖ്യാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതാണ് കർമ്മം. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ നാമം ജപിക്കൂ എന്നാണ് അവിടെ സമർത്ഥിച്ചത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ വേദം പറഞ്ഞത് അങ്ങോട്ട് ചെയ്യല്ല വേണ്ടത്. എപ്പോൾ? 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, വിദ്യാഭ്യാസം പൂർത്തിയായതിൻ്റെ ശേഷം. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെച്ചാൽ അതിൻ്റെ ഫലം ആണ് യഥാർത്ഥത്തിലുള്ള മുക്തി. നിമി മഹാരാജാവിൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നു. ബ്രാഹ്മണൻ്റെ അടുത്തും ഈ രാജാവിൻ്റെ അടുത്തും ഒരേ സമയത്ത് 12 പേര് കൃഷ്ണൻ ഉൾപ്പെടെ, കൃഷ്ണനും വ്യാസനും ശ്രീശുഖബ്രഹ്മർഷിയും ഉൾപ്പെടെ ചെല്ലുകയാണ്. ഒരേ സമയത്ത് 12 24 ശരീരമായി അവർ, അല്ലെങ്കിൽ ഓരോരുത്തരും 2 ശരീരമായി 2 ദിക്കിൽ ഒരേ സമയത്ത് ചെന്നു. 2 ദിക്കിന്നും വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളെ സ്വീകരിച്ചു. ഒരേ ഭാവത്തോടെ അതിവിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങൾ രാജാവിൽ നിന്നും, കാട്ടിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ചെറിയ വിഭവങ്ങളെ ഈ ബ്രാഹ്മണനിൽ നിന്നും, തുച്ഛമായിട്ടുള്ള വിഭവങ്ങളാണ്, പക്ഷെ ഒരേ ഭാവത്തോടെ സ്വീകരിച്ചു. ശ്രീശുഖബ്രഹ്മർഷി പറയുന്നുണ്ട്, ഞാൻ 2നും ഒരേ സ്വാദാ, ഇതെങ്ങനെ വന്നു എനിക്കറിയില്ല. പിന്നെ യഥാർത്ഥത്തിലുള്ള ഞാൻ രാജാവിൻ്റെ അടുത്താണോ ഉണ്ടായിരുന്നത്, ബ്രാഹ്മണൻ്റെ അടുത്താണോ ഉണ്ടായിരുന്നത്, അത് അറിയില്ല. പരീക്ഷത്തെ ഇതാണ് ഭഗവാന്റെ ലീല കേട്ടോ. അപ്പോൾ ഇവിടെ വേദം പറഞ്ഞ് അതേപടി ചെയ്യുകയല്ല വേണ്ടത്, താല്പര്യം അറിഞ്ഞിട്ട് ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞത് നേരിട്ടാണ് ചെയ്യല്ല വേണ്ടത്, വിശകലനം ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ വിസ്തരിച്ചാണ് ഭാഗവത ഈ രംഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആദ്യത്തെ ദക്ഷന് പറ്റിയ അബദ്ധം, പ്രജാപതിമാരുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ദക്ഷൻ എന്നുള്ള വാക്കിൻ്റെ ശ്രേഷ്ഠത എന്നുള്ള അത് അറിയാവുന്നത് കൊണ്ടാണ്. ഇനി അതിൽ അഹങ്കാരം വന്ന അബദ്ധം പറ്റരുത്. അതുകൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന ഉപദേശങ്ങളെ കൊടുക്കുകയാണ്. ബ്രഹ്മാവിന് കൊടുത്ത അതേ ഉപദേശം. എന്നിട്ട് അതിനനുസരിച്ച് ജീവിച്ചു. ആ ജീവിക്കുമ്പോൾ മക്കൾക്ക് ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതൊക്കെ ആ മക്കൾക്കും ഇതേപോലത്തെ ഒരു അനുഭവത്തെ ഉണ്ടാക്കി കൊടുത്തു എന്നായത്. എന്താ ഉണ്ടായത്? അവർ മുക്തി മാർഗത്തിലേക്ക് പോകാണ്ടായത്, ഭരിക്കാൻ അങ്ങോട്ട് വരല്ല ഉണ്ടായി.
ഹരീശ്വരന്മാർ 10,000 പേര് ഇതേപോലെ മുക്തി മാർഗത്തിലേക്ക് പോയി. അപ്പം വീണ്ടും ദക്ഷൻ 1000 പേര് ശബളാശന്മാരെന്ന് അവരുടെ പേര്. അവരെയും ഇതേപോലെ തന്നെ നാരദൻ പറഞ്ഞയച്ചപ്പോൾ ദക്ഷന് ശുണ്ഠി വന്നു. ദക്ഷൻ നാരദനെ ശപിച്ചു. 3.25 നാഴിക നേരം ഒരുത്തിയിൽ നിൽക്കാം, അതിന് കൂടുതൽ നിൽക്കാൻ പറ്റില്ല, എപ്പോഴും സഞ്ചരിച്ചും കൊണ്ടേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ശാപം നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് കിട്ടിയ ശാപമാണ്. നമ്മുടെ ബുദ്ധി ഒരിക്കലും അധികം നേരം ഒരു സ്ഥലത്തും നിൽക്കില്ല. എവിടേക്കെങ്കിലും പോയിട്ട് തിരിച്ചു വരും. എവിടേക്കൊക്കെ പോയി വരണോ എന്നുള്ളത് ഒരു കൺട്രോളും ഇല്ല. നമ്മുടെ മനസ്സിനെ കെട്ടാൻ പറ്റാത്തതിൻ്റെ കാരണം അനവധി മഹാഋഷികൾ, മഹാരാജാക്കന്മാർ, മഹാഭക്തന്മാർ ഈ ബുദ്ധിയെ ശപിച്ചിട്ടുണ്ട്. എന്താ ശാപം? അനവധി നേരം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ ആവട്ടെ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനിലും ഈ ധ്യാന സമയത്ത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്തത്. അത് നമ്മുടെ കുഴപ്പമില്ല, ഈ ശാപം ഇങ്ങനെ വന്നോണ്ടാ. കാരണം നമ്മളൊക്കെ ഈ അക്കരപ്പച്ച ആഗ്രഹിക്കുന്നവരാ. അപ്പുറത്ത് എന്തോ ഉണ്ട്, അപ്പുറത്ത് വേറെന്തോ ഉണ്ട്, മറ്റേ സ്ഥലത്ത് വേറെന്തോ ഉണ്ട്, അങ്ങനെ പോവുക, കാര്യമായിട്ടും അകാര്യമായിട്ടും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉപാസന കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നാമം ജപിക്കുമ്പോൾ ഒരേ നാമ ജപിക്കുക. അപ്പോൾ ഈ മടുപ്പ് വരില്ല, മനസ്സ് അതിൽ തന്നെ നിൽക്കും. എപ്പോൾ ഈ നാമി നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് തീർത്തു എങ്കിൽ അത് വരെ ജപിച്ചുകൊണ്ടിരിക്കണം. അക്ഷരലക്ഷം പോരാ, അക്ഷര കോടി പോരാ, ചിലപ്പോൾ കോടി വേണ്ടി വരും. അപ്പോഴേ ശുദ്ധമാവുള്ളൂ മനസ്സ്. ചിലർക്ക് വേഗമാവും, ചിലർക്ക് വേഗമാവില്ല. അത് കർമ്മത്തിൻ്റെ ബാക്കിക്കനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഇത്രയും കൂടുതൽ പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. നാമജപത്തിൻ്റെ പ്രാധാന്യവും കലികാലത്തിൻ്റെ കലിസന്തരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പറയാൻ, കർമ്മത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്കന്ധം പോഷണം എന്ന ലീലയോട് കൂടിയിട്ട് 3 കഥകളെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു കഥ ഇങ്ങനെയാണ്. എന്താ കഥ? ആദ്യം 10,000 ഹരീശ്വരന്മാരെ ഉണ്ടാക്കി. പിന്നീട് അവർ മുക്തരായി തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും 1000 ശബളാശന്മാരെ ഉണ്ടാക്കി. അവരും അതേപോലെ തന്നെ മുക്തരായി. ഇങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട് കഴിഞ്ഞ് അവർ മുക്തരായി കഴിഞ്ഞപ്പോൾ ദക്ഷന് കുറച്ച് ശുണ്ഠി വന്നു. ആ ദക്ഷൻ നാരദ മഹർഷിയെ ശപിച്ചു, ഒരിക്കലും സ്ഥിരവാസം സംഭവിക്കാതിരിക്കട്ടെ. അവിടെ ഈ ബുദ്ധി അല്ലെങ്കിൽ ഈ നാരദൻ ഈ ശാപത്തെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം ഒരുത്തിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് മാത്രമേ കിട്ടൂ. ഭഗവാങ്കലാണ് ഇത് നിൽക്കുന്നതെങ്കിൽ എല്ലാം ഭഗവാങ്കലുണ്ട്. അത് കാരണം നഷ്ടമില്ല. ഇത് പറയാനാണ് ഈ കഥ ഇങ്ങനെ പറഞ്ഞതെന്ന് സാരം. തസ്യ ആത്മജാഹ തു ആയുധം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസ തവ മാർഗം ആപു ന ഏകത്ര വാസം ഋഷയേ സ മുമോച ശാപം ഭക്തോത്തമഃ തു ഋഷി അനുഗ്രഹം ഏവ മേനെ. ഇതാണ് തസ്യാത്മജാസ്വയുതമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാഭൂ നൈകത്ര വാസം ഋഷയേ സമുമോച ശാപം ഭക്തോത്തമസ്ത്വ ഋഷിരനുഗ്രഹമേവ മേനെ. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, തസ്യ ഈ ദക്ഷന് ആയുധം, ആദ്യം ആയുധം 10,000, പുനഃ പിന്നീട് സഹസ്രം 1000. ആദ്യം 10,000 ഹരീശ്വരന്മാർ, പുനഃ സഹസ്രം ആത്മജാഹാതു, പിന്നീട് 1000 ശബളാശന്മാർ പുത്രന്മാരായിട്ട് ഉണ്ടായി. ആത്മജാഹ ശ്രീനാരദസ്യ വചസ, ശ്രീനാരദ മഹർഷിയുടെ വാക്കുകളെ കേട്ടുകൊണ്ട്, ഉപദേശം കേട്ടുകൊണ്ട്, തവ മാർഗം ആഹു, ഗുരുവായൂരപ്പ അങ്ങയുടെ മാർഗത്തിലേക്ക് പ്രാപിച്ചു, എത്തപ്പെട്ടു. സഹ ആ ദക്ഷനാവട്ടെ ഈ ഋഷയെ, നാരദ മഹർഷിക്ക് വേണ്ടിയിട്ട്, ന ഏകത്ര വാസം, ഒരിടത്തും സ്ഥിരവാസം വയ്യ. ന ഏകത്ര വാസം, ഏകത്ര ഒരേ സ്ഥലത്ത്, ന ഏകത്ര വാസം ഒരുത്തിയിൽ മാത്രം വസിക്കുക എന്നത് സംഭവിക്കാതിരിക്കട്ടെ. ഇതാണ് ശാപം. ശാപം മുമോച, ശാപത്തെ നൽകി. മുമോച എന്ന് വെച്ചാൽ മോചിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ അവിടെ ശാപത്തെ നൽകി എന്നാണ്. ദക്ഷൻ്റെ വായിൽ നിന്നും ഈ ശാപത്തെ പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ദക്ഷൻ്റെ വായിൽ നിന്നും മോചനം നേടി. ഈ വാക്കാ മോചനം നേടിയത് ശാപം. അപ്പോൾ അതുകൊണ്ടാണ്
മുമോച എന്ന് കൊടുത്തത്. ഭക്തോത്തമഹത്തു, ഭക്തോത്തമനായിട്ട് ശ്രീ നാരദ മഹർഷി ആവട്ടെ അനുഗ്രഹം ഏവ മേനെ, ഈ ശാപത്തെ ഒരു അനുഗ്രഹമായിട്ട് കരുതുകയും ചെയ്തു എന്ന് വാച്യാർത്ഥം. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപു നൈകത്ര വാസം ഋഷയേ സമുമോച ശാപം ഭക്തോത്തമസ്ത്വ-ഋഷിരനുഗ്രഹമേവ മേനേ. ഇപ്പം നമ്മൾ 2 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഇനി 3-ാമത്തെ ശ്ലോകം തൊട്ട് ആദ്യം അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.